ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്സാപ്പിൽ തന്നിട്ടുള്ള ഒരു പുതിയൊരു ഫീച്ചറിനെ കുറിച്ചാണ്. ഈ ഫീച്ചർ എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല. അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ആദ്യമായിട്ട് ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് നമ്മളുടെ നമ്പറിൽ നിന്ന് അവർക്ക് വീഡിയോയോ ഓഡിയോയോ ഫോട്ടോസോ വിട്ടു നൽകാൻ പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് അവരുടെ നമ്പർ നമ്മളുടെ ഫോണിൽ സേവ് ചെയ്തതിന് ശേഷം വാട്സാപ്പ് എടുത്ത് സെർച്ച് കൊടുത്ത് അവരുടെ നമ്പർ സെലക്ട് ചെയ്ത് അവർക്ക് ഓഡിയോയോ വീഡിയോയോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ഫോണിൽ അവരുടെ ഫോൺ നമ്പർ സേവ് ആകുകയാണ്. നമുക്ക് അവരുടെ ഫോൺ നമ്പർ സേവ് ചെയ്യേണ്ട, ഒരു താൽക്കാലിക അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ മെസ്സേജ് വിട്ടു കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് അവരുടെ ഫോൺ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് അവർക്ക് മെസ്സേജ് ചെയ്യാം. അതിനുള്ള ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വാട്സാപ്പ് തന്നിട്ടുള്ളൊരു ട്രിക്കാണ്, അതൊരു ഫീച്ചറാണ്. അപ്പോൾ അതുകൂടാതെ നമുക്ക് 1-2 ട്രിക്കുകളും കൂടി ഉണ്ട്. നമ്മുടെ ഫോണിൽ മറ്റുള്ളവരുടെ ഫോൺ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് മെസ്സേജ് വിടാനുള്ള 1-2 ട്രിക്കുകളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ വലതുവശത്ത് ചുവന്നാണ് കിടക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അമർത്തുക. തൊട്ടപ്പുറത്ത് അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾന്ന് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിനും കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു കൈയുടെ ബട്ടൺ ഉണ്ട്, ലൈക്ക് ബട്ടൺ, അതൊന്ന് അമർത്തി വിടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ചെയ്തത് പൂർത്തിയായി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ ഫോണിലെ വാട്സാപ്പ് എടുക്കുകയാണ്. വാട്സാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഫോണിൽ നിന്ന് ആർക്കാണോ മെസ്സേജ് വിടേണ്ടത് ആ ഫോൺ നമ്പർ നമ്മൾ കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ എഴുതിയെടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാൻ പറ്റും, നമ്മുടെ വാട്സാപ്പിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത നമ്പർ അതേതാണോ അതിവിടെ അമർത്തി പിടിച്ചതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എഴുതിയെടുത്ത നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ശേഷം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ കോപ്പി ചെയ്ത നമ്പർ ഇവിടെ കൊടുത്തു. പക്ഷേ ഇവിടെ നമുക്ക് അയച്ചു കൊടുക്കേണ്ട ആളുടെ ഒരു ഡീറ്റെയിൽസും ഇവിടെ കാണുന്നില്ല. അയാൾക്ക് വാട്സാപ്പ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും അയാൾക്ക് വാട്സാപ്പ് ഉണ്ട്, പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മളുടെ ഫോൺ നമ്പറിന് മുമ്പായിട്ട് നമ്മളുടെ കൺട്രി കോഡുണ്ട് +91. ആ കൺട്രി കോഡിൻ്റെ അവിടെ വെച്ച് നമ്മൾ അത് മായ്ച്ച് കളയുക. മായ്ച്ച് കളയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നേരെ അയാളുടെ വാട്സാപ്പ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ചാറ്റ് എന്നുള്ളൊരു ബട്ടണും കാണാൻ പറ്റും. അപ്പോൾ ഈ ചാറ്റ് എന്നുള്ള ബട്ടണെല്ലാം അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയാളുമായിട്ട് ചാറ്റ് ചെയ്ത് ഫോട്ടോയോ വീഡിയോയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ഫോണിൽ നമുക്ക് അയാളുടെ ഫോൺ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യം ഒട്ടും തന്നെയില്ല. ഇത് വാട്സാപ്പ് തന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി രണ്ടാമത്തെ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ എടുത്ത് തന്നെ പ്ലസ് ബട്ടൺ തന്നെ അമർത്തുക. അമർത്തിയതിന് ശേഷം നമ്മളുടെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. മെസ്സേജ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആർക്കാണോ ഫോൺ നമ്പറിൽ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ ഫോൺ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സെൻഡിങ് ഓപ്ഷനിൽ നമ്മൾ വിട്ട നമ്പർ ഒരു നീല കളറിലായി കിടക്കുന്നത് കാണാം. അപ്പോൾ അതൊന്ന് അമർത്തുക.
അമർത്തി കഴിയുമ്പോൾ കാണാൻ പറ്റും ചാറ്റ് വിത്ത് ആ നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അയാൾക്ക് വീണ്ടും ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫീച്ചറാണ്. ട്രിക്ക് നമ്പർ 3, അതായത് നമ്മൾ ഫോണിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വിളിക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ നമ്മൾ ഫോണിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പേര് വരുന്ന ഒരു ആപ്പുണ്ട്. ട്രൂ കോളർ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ ട്രൂ കോളർ എന്നുള്ള ആപ്പ് എടുക്കുക. ട്രൂ കോളർ എന്നുള്ള ആപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ട്രൂ കോളിൽ നമുക്ക് അയക്കേണ്ട നമ്പർ ഒന്ന് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഫോൺ നമ്പർ നമുക്കിവിടെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ട് താഴെയായിട്ട് വാട്സാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ വാട്സാപ്പിലേക്ക് അയാളുടെ ഫോണിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്.